ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, അഭിഷക്തന്മാർ, പിതാക്കന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇരമ്യ പ്രവചനം അതിൻ്റെ 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവയിൽ നിന്നും ഇരമ്യാവിന് ഉണ്ടായ അരുൾപ്പാട്. എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കുകയും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിൻ്റെ മേൽ വേല ചെയ്ത് കൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം തൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നുന്നത് പോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ. റീകൾ ശബ്ദം, റുബലം മൗഢം കനകൽ ശബ്ദം, റീഷൽ ഹൗഡപനം ഹർത്തം ദുരൽ ഹൗഡം മകനം. കഥാവെ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ. യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. ഹർത്തും ദിഗലം ധിനാശം ധരിയ. വചനമായി നിൽക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ ആശ്വാസകരമായി മാറട്ടെ. ജനത്തെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കേൾക്കുന്ന വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. കർത്താവേ, അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഇരമ്യ പ്രവചനം അതിൻ്റെ 18, 1 മുതൽ 5 വരെയുള്ള 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവയിൽ നിന്നും ഇരമ്യാവിന് ഉണ്ടായ അരുൾപ്പാട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. തൻ്റെ പ്രവാചകനെ വിളിച്ച് കർത്താവ് പറഞ്ഞു, നീ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. യഹോവയിൽ നിന്നും ഇരമ്യാവിനുണ്ടായ അരുൾപ്പാട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ ചക്രത്തിൻ്റെ മേൽ വേല ചെയ്തു കൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നുന്നത് പോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ, നമ്മൾ ഓരോരുത്തരും കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ. നമ്മളെല്ലാവരും ആ കർത്താവിൻ്റെ കരങ്ങളിലിരിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കർത്താവിൽ വലിയവനാണ്, നമ്മൾ കർത്താവിൻ്റെ കരത്തിലല്ലെന്ന്. എന്നാൽ കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ നമ്മൾ ഓരോരുത്തരും ആ കർത്താവിൻ്റെ കരങ്ങളിലാണ്. അവൻ്റെ കരത്തിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടുവാൻ സാധ്യമല്ല. കുശവൻ തൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് തൻ്റെ ഇഷ്ടം പോലെ താൻ ആഗ്രഹിക്കുന്ന ഒരു പാത്രമുണ്ടാക്കുന്നുവെങ്കിൽ, അതേ, നമ്മളും ആ കർത്താവിൻ്റെ കരങ്ങളിൽ കുശവൻ തൻ്റെ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ, കർത്താവ് തൻ്റെ നമ്മളെ പറ്റിയുള്ള ഊഹങ്ങൾ, നമ്മളെ പറ്റിയുള്ള വിചാരങ്ങൾ ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലാണ്. കർത്താവിന് തൻ്റെ ഭക്തനോടുള്ള അതേ കാഴ്ചപ്പാട്. കുശവന് തൻ്റെ കയ്യിലുള്ള കളിമണ്ണ് തൻ്റെ ഹിതം പോലെ അത് നല്ല ഒരു പാത്രമാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവിനും നമ്മളെ ഒരു നല്ല പാത്രമാക്കി, നല്ല ഒരു വ്യക്തിയാക്കി, നല്ല ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാനാണ് നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം. ആ കർത്താവ് തൻ്റെ കയ്യിൽ നമ്മെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങൾ,
ചില നീറുന്ന വേദനകൾ, ചില കണ്ണുനീരുകൾ എല്ലാം കടന്നു വരും. കാരണം എന്താണെന്നറിയാവോ? ആ കുശവൻ്റെ കയ്യിലാണ് നമ്മളിരിക്കുന്നത്. കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ്, അതേ കുശവൻ നല്ല പാത്രമുണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ കുശവൻ വിചാരിച്ചതുപോലെ പാത്രമുണ്ടായില്ലെങ്കിൽ കുശവൻ വീണ്ടും ആ കളിമണ്ണിനെ ഉടച്ചുകൊണ്ട് അവൻ വീണ്ടും പാത്രമുണ്ടാക്കുവാൻ ഇടവരും. അത് നമ്മൾ ആ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ആ കുശവൻ്റെ കരങ്ങളിലിരിക്കുമ്പോൾ നമ്മൾ ആ കുശവൻ്റെ ആഗ്രഹം പോലെ നല്ല ഒരു മൺപാത്രമായി, നല്ല ഒരു പാത്രമായി വന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യരാജ്യത്ത് പോകുവാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മുടെ കർത്താവ് നമ്മെ ഒരുക്കുന്ന ദൈവമാണ്, നമ്മെ നല്ല പാത്രമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ആ കുശവൻ്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് കൊടുക്കുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ നീ ഒരു നല്ല മൺകുട പാത്രമായി, നീ അനേകർക്ക് പ്രകാശം പകരുന്ന പാത്രമായി, നീ അനേകർക്ക് വെളിച്ചം പകരുന്ന പാത്രമായി, നീ അനേകർക്ക് സമാധാനം പകരുന്ന പാത്രമായി നിന്നെ ഉപയോഗിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാവേ, പ്രിയ കുഞ്ഞെ, പ്രിയ മകളെ, നീയും ആ കുശവൻ്റെ കയ്യിൽ നിന്നെ ഇന്ന് ഏൽപ്പിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ നീ ഒരു നല്ല പാത്രമായി മാറുവാൻ സാധിക്കും. നമ്മൾക്ക് പറയുവാൻ സാധിക്കണം, കർത്താവേ, ഞാൻ എന്നെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, എന്നെ ഒരു നല്ല പാത്രമാക്കി മാറ്റണമേ എന്ന് ആർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കർത്താവിനെ, ഒരു യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവയിൽ നിന്നും യിരെമ്യാവിനുണ്ടായ അരുൾപ്പാടെന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിൻ്റെ മേൽ വേല ചെയ്തു കൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നുന്നത് പോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുൾപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുൾപ്പാട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മളും ആ കുശവൻ്റെ കളിമണ്ണിനെപ്പോലെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കുശവൻ തൻ്റെ ആഗ്രഹം പോലെ നല്ല പാത്രമാക്കി മാറ്റണമെങ്കിൽ കുശവൻ ആ കളിമണ്ണിനെ ഇടിച്ച് ഒതുക്കി ആകൃതമാക്കി കുശവൻ്റെ രീതിയിൽ ആ കളിമണ്ണിനെ ഒരു പാത്രമാക്കിയെടുക്കുമ്പോൾ ഒരുപക്ഷെ ആ കളിമണ്ണിന് വേദനയെടുക്കുവാൻ സാധിക്കും. നമ്മളും ക്രിസ്തുവാകുന്ന കുശവൻ്റെ കരങ്ങളിലിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു പാത്രമായി മാറുവാൻ ചില പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില പ്രയാസങ്ങൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ നീ ഭാരപ്പെടരുത്. കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് നീ മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നിശ്ചയമായി നീ ആ കുശവൻ്റെ ക്രിസ്തുവാകുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. നീ ആ കർത്താവിൻ്റെ ആ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ അവൻ നല്ല പാത്രമാക്കിയാക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, നിൻ്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിഷമിപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്നും പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നീ ഗ്രഹിക്കേണ്ടതിന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പം നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമാണ്, നമ്മെ സഹായിക്കുന്ന ദൈവമാണ്, അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ആ ക്രിസ്തുവാകുന്ന കുശവൻ്റെ കയ്യിൽ നമ്മളിരിക്കുമ്പോൾ
ആ കർത്താവിൻ്റെ ഹിതം പോലെ നമ്മളാകണമെങ്കിൽ, നല്ല ഒരു പാനപാത്രമായി മാറണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ, ശോധനകൾ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെ കർത്താവെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കൃപ നൽകി അതിനെ ജയിക്കുവാൻ നമുക്ക് ബലവും ശക്തിയും പകരും, വിശ്വാസവും പകരും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാവേ, പ്രിയ അഭിഷക്ത, നീ ആ ക്രിസ്തുവാകുന്ന കുശവൻ്റെ കയ്യിൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നീ തയ്യാറായാൽ, നീ ഒരു നല്ല പാത്രമായി, ലോകത്തിന് വെളിച്ചമാകുന്ന ഒരു പാത്രമായി മാറ്റുന്ന ഒരു നല്ല കുശവനെ, ഒരു നല്ല യേശു ക്രിസ്തുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ആ ക്രിസ്തു യേശുവിനെ അനേകർക്ക് മുന്നിൽ നിനക്ക് വെളിച്ചം പകരുവാൻ സാധിക്കും. യഹോവയിൽ നിന്നും ഇരമ്യാവിന് ഉണ്ടായ അരുൾപ്പാടെന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നതുപോലെ അവൻ്റെ ചക്രത്തിന് മേൽ വേല ചെയ്തുകൊണ്ടിരുന്ന കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നുന്നത് പോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുൾപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുൾപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുൾപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, പ്രിയ സഹോദരി മാതാവേ, കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്ന കളിമണ്ണ് പോലെ നമ്മൾ ഓരോരുത്തരും ആ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമ്മൾ നമ്മെ സ്വയം ഒന്ന് വിട്ടുകൊടുത്ത്, കർത്താവെ, എന്നെ പണിഞ്ഞ് ഒരു നല്ല പാത്രമാക്കി മാറ്റണമേ, ഒരു നല്ല പാത്രമാക്കി അനേകർക്ക് വെളിച്ചം പകരുന്ന, അനേകർക്ക് ആശ്വാസം പകരുന്ന, അനേകർക്ക് സമാധാനം പകരുന്ന, അനേകർക്ക് സ്നേഹം പകരുന്ന ഒരു നല്ല പാത്രമാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മെ ആ കളിമണ്ണ്, നമ്മെ ആ ക്രിസ്തുവാകുന്ന ആ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുന്നവരായി, ഒരു കുശവൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നവരായി മാറട്ടെ. അവൻ നമ്മെ നല്ല ഒരു പാത്രമാക്കി നമ്മളെ പുറത്തെടുക്കും. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല പിതാവേ, കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. കുശവൻ തൻ്റെ കളിമണ്ണ് കർത്താവെ തൻ്റെ ഹിതം പോലെ നിർമ്മിക്കുന്നത് പോലെ, തനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു പാത്രം പോലെ അത് അവൻ ഉരുവാക്കിയെടുക്കുന്നത് പോലെ, ഞങ്ങളും കുശവൻ്റെ ആ കരങ്ങളിലിരിക്കുന്നവനാണ്. ഞങ്ങൾ ആ കർത്താവിൻ്റെ കരങ്ങളിലിരിക്കുന്നതാണ്. ആ കർത്താവെ, നീ അവിടുന്ന് ഞങ്ങളെ പണിഞ്ഞ് നന്നാക്കി അനേകർക്ക് പ്രകാശമുള്ളവരാക്കി മാറ്റണമേ. കർത്താവെ, ഈ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയപ്പോൾ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണേ. കേട്ട ജനത്തെ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഈ കേട്ട വചനം നല്ല കുശവനായ കർത്താവിൻ്റെ കരങ്ങളിൽ ഇവരെ ഓരോരുത്തരും സമർപ്പിക്കുവാൻ, ഓരോരുത്തരെയും നല്ല പാത്രമാക്കി മാറ്റുവാൻ ആ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നവരായി ഞങ്ങളെല്ലാം ആ കർത്താവിൻ്റെ നല്ല കുശവനായ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. കർത്താവെ, ഞങ്ങളെല്ലാവരെയും പണിഞ്ഞ് ഒരു നല്ല പാത്രമാക്കി അനേകർക്ക് വെളിച്ചവും ആശ്വാസവും വിടുതലും സൗഖ്യവും നൽകുന്ന നല്ല പാത്രമാക്കി അവിടുന്ന് മാറ്റണമേ. കർത്താവ്, കേട്ട ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കേട്ട വചനം അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. തകർന്നിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, വാതിലുകൾ അടഞ്ഞ മേഖലകളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ് മേഖലകൾ അടഞ്ഞ് ഫൈനാൻസ് മേഖല കിട്ടാത്ത അനേക വ്യക്തിമുടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശത്രുവടച്ച എല്ലാ മേഖലകളും തുറക്കപ്പെടട്ടെ. റീബൽ ഹസ്തം മൃഗനം ഷൗഡം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ശൂന്യതയിലിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങൾക്ക് പുതുവാതിലുകൾ പുതുവഴികൾ തുറന്നതിനായി നന്ദി പറയുന്നു. ക്രിസ്തുവാകുന്ന കുശവൻ്റെ കൈകളിലാണ് ഞങ്ങളിരിക്കുന്നത്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും
ഞങ്ങളെ പിടിച്ചു വാങ്ങുവാൻ ആർക്കും സാധ്യമല്ല. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ പണിയണമേ, നല്ല പാത്രമാക്കി മാറ്റണമേ. കർത്താവെ, കേട്ട ഓരോ ജനത്തെയും സമർപ്പിക്കുന്നു. അവരുടെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ, ഭയത്തിൻ്റെ വ്യാപാര ശക്തികളെ എല്ലാം മാറ്റി പിടിപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഭയപ്പെടുത്തുന്ന, വെല്ലുവിളിക്കുന്ന ദേശാധിക വാഴ്ചയുടെ അധികാര ശക്തികൾ യേശുവിൻ നാമത്തിൽ കേൾക്കുന്ന ഭവനങ്ങളിൽ വെട്ടിമടന്ന് വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ. ഗോഡ് ബ്ലെസ് യു. ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.